കടകൻ തിയേറ്ററുകൾ കിടക്കുമോ? അത് ഞങ്ങൾ പറയേണ്ടതല്ല. റെഫേഴ്സ് അങ്ങനെയൊന്നും പടം എടുക്കുന്നുമില്ലല്ലോ. പടം കണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതിൽ എന്തോ സാധനമുണ്ട്. അങ്ങനെ ഒരു കാലം, അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിരുന്നു. അങ്ങനെ ചരിത്രമുണ്ട്, അതറിയില്ലല്ലോ. വീട്ടിലാണെങ്കിലും എങ്ങനെയാണ് ഒരു ബോണ്ടിങ്? ഞാൻ അവന്റെ അച്ഛനും എന്റെ മോനും. അങ്ങനെ ഞാൻ എന്റെ സിനിമ കണ്ടിട്ട് ചിരിച്ചിട്ടില്ല. ഹക്കീമിന് എന്താണ് ഈ കാര്യത്തിൽ പറയാൻ? അതിനകത്ത് പറയാനിപ്പോ വളർന്നിട്ടില്ല. ഇപ്പൊ കുറേ പടങ്ങൾ ഞാൻ ക്യാരക്ടറുള്ള ചെയ്തേക്കണം. ഇപ്പൊ ഭയങ്കര കൊതിയുണ്ട് ഒരു കോമഡി വേഷം ചെയ്താൽ കൊള്ളാം. മലയാള സിനിമ ഉപയോഗിക്കാതിരിക്കുന്നു തോന്നിയിട്ടില്ല. അത് സിനിമ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ലല്ലോ. മമ്മൂക്കാനെത്തി ബൈക്ക് ഓടിച്ചിട്ടുണ്ട്, ബുള്ളറ്റ്. എനിക്കങ്ങനെ ഓടിക്കാൻ അറിയില്ല. അങ്ങനെ മമ്മൂക്ക എനിക്ക് ഓടിക്കാൻ അറിയാമോ? ചേട്ടാ ഇവരൊക്കെ കാണിക്കുന്ന പോലെയല്ല എന്റെ മാസ്. ആരോഗ്യം കൊണ്ട് കാണിക്കുന്നത്. അതായത് വാപ്പ ഈ പരിപാടി വിട്ടതാണ് പണ്ടേ. ഹലോ വ്യൂവേഴ്സ്, അപ്പോൾ ഇന്ന് സിനിമാ പീടികയിൽ നമ്മുടെ കൂടെ ഉള്ളത് കടകൻ മൂവി ടീമാണ്. ലെറ്റ്സ് വെൽക്കം ഹക്കീം, ഹരിശ്രീ അശോകൻ ആൻഡ് സോന. ഹക്കീം ആൻഡ് സോന, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ആദ്യമേ നമുക്ക് ചോദിക്കാനുള്ളത്, കടകൻ തിയേറ്ററുകൾ കിടക്കുമോ? അത് ഞങ്ങൾ പറയേണ്ടതല്ല. അല്ല, നമ്മുടെ സാക്ഷാൽ ലോകേഷ് സാറ് റിലീസ് ചെയ്ത പോസ്റ്റർ പൊടി പാറുന്ന പോസ്റ്ററാണ്. അടി ഇടിയൊരു അങ്ങനത്തെ ഒരു വൈബാണ് നമുക്ക് പോസ്റ്റേഴ്സിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുമല്ലോ, ഇതെന്താ തിയേറ്ററുകൾ വിൽക്കുമോ? ഞങ്ങളിത് തകർക്കണം എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്തത്, കിടക്കണം എന്നുള്ളത് തന്നെ. പിന്നെ ജനങ്ങളാണ് പറയേണ്ടത് അത് ഇത് അടിപൊളിയാണെന്നുള്ളത്. അപ്പം നമ്മളത് ചോദിച്ചാൽ അങ്ങനെയല്ലേ പറയുള്ളൂ. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ കണ്ടു സിനിമ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി, വളരെ നല്ല വിശ്വാസമുണ്ട്. ഇനി ഓഡിയൻസ് പറയണം, ഓഡിയൻസിനെ പറയിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടായില്ലേ. അതെ. അതുപോലെ ചേട്ടൻ്റെ റോള് നോക്കുകയാണെങ്കിൽ എങ്ങനത്തെ കൈൻഡ് ഓഫ് റോളായിരിക്കും? ഒരു സീരിയസ് ക്യാരക്ടറാണോ, അല്ലെങ്കിൽ ഇതുവരെ ചെയ്തതിൽ നിന്ന് എങ്ങനെയായിരിക്കും ഇത് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നത്? ഇത് ശരിക്ക് സീരിയസ് ക്യാരക്ടറാണ്. ഹക്കീമിൻ്റെ വാപ്പയായിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇതിൽ. ഇതൊരു മാസ് ക്യാരക്ടർ തന്നെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ ആളൊരു കുടുംബനാഥനാണ്. ഇയാളുടെ അനുഭവം ഞങ്ങൾക്ക് ഇനി മക്കൾക്കൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മാനയൊക്കെ ഒന്ന് ഇങ്ങനെ ഒരു ചൂണ്ടയിലിങ്ങനെ പിടിച്ച് നിർത്തി വേണ്ട എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ്. പക്ഷെ ചില സമയത്ത് ഇയാളുടെ സ്വഭാവം മോന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് ഇയാൾ ഇറങ്ങാറുണ്ട്. മോനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇറങ്ങാറുണ്ട്. അത് 2-3 സീൻ നല്ല ഗംഭീര സീൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇതുവരെ ചെയ്യാത്ത വേഷത്തിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വേഷമാണ്. അത് നന്നായിന്ന് കൂടെയുള്ള ഹക്കീമടക്കം എല്ലാവരും പറയുന്നു. ഇതുവരെ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല ചേട്ടൻ. അത്ര പവർഫുൾ ഒരു മാസ് കഥാപാത്രമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാപ്പാടെ ചെറുപ്പകാലത്തിൽ വാപ്പ എന്തായിരുന്നോ അത് തന്നെയാണ് ഞാനിപ്പോൾ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാപ്പ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കോൺഫ്ലിക്റ്റ് ആണ് വാപ്പ മകൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഈ സിനിമയിലുള്ളത്. അശ്വൻ ചേട്ടൻ ഇങ്ങനെ വന്ന് നിന്നാൽ തന്നെ ആ ഒരു സാധനം അതിനകത്തുണ്ട്. ഭയങ്കര രസമായിട്ട് തന്നെയാണ് ആ ഒരു ക്യാരക്ടർ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയായിരുന്നു ഒരു ചേട്ടൻ്റെ കൂടെ ഫസ്റ്റ് അല്ലേ? ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഇത്ര സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ, അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നിയില്ലെന്ന് എനിക്കറിയില്ല. തീർച്ചയായും. കാരണം വെച്ചാൽ കുഞ്ഞുനാളിലെ മുതൽ നമ്മൾ കണ്ടു വളരുന്ന ഒരു മുഖമാണല്ലോ. അപ്പം നേരിട്ട് കാണുമ്പോൾ ആ ഒരു പേടിയും ആ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. ഒരു റെസ്പെക്റ്റോട് കൂടിയുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതുണ്ടാവും. അത് ബ്രേക്ക് ചെയ്യാൻ ഫസ്റ്റ് ഡേ തന്നെ ചേട്ടൻ ചേട്ടൻ മനസ്സിലായി. അപ്പോൾ ചേട്ടൻ തന്നെ അതിനകത്ത് മുന്നിട്ടിറങ്ങി കഥകൾ പറഞ്ഞ്, അത് വലിയ കാര്യമാണ്. അപ്പോൾ മാത്രമല്ല, എനിക്ക് അശോകൻ ചേട്ടനിൽ നിന്ന് കിട്ടിയ വൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു അച്ഛൻ മകൻ റിലേഷൻഷിപ്പ് തന്നെയാണ്, ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനും. അത് എനിക്ക് ഭയങ്കര ഒരു ഉപ്പ ഫീൽ കിട്ടിയിട്ടുണ്ട്. ആൻഡ് സോന എന്ത് പറയുന്നു? ഇത്രയും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളോട് അഭിനയിച്ചു, എങ്ങനെയായിരുന്നു മൂവിയിലേക്കുള്ള ഒരു എൻട്രി? കടകനിൽ മൂവിയുടെ പ്രൊഡക്ഷനിലുള്ള ബാബുക്ക് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ മൂവി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു അപ്പോൾ എനിക്ക് ക്യാരക്ടേഴ്സ് ലിസ്റ്റൊക്കെ തന്നു, ആക്ടേഴ്സും പിന്നെ സ്റ്റോറി നറേറ്റ് ചെയ്തു. അപ്പോൾ ആക്ടേഴ്സിന് ലിസ്റ്റ് തന്നപ്പോൾ തന്നെ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും, ഉറപ്പായിട്ട് ഇവരെല്ലാവരും മീറ്റ് ചെയ്യണം, കൂടെ വർക്ക് ചെയ്യണം. പിന്നെ മൂവി ക്യാരക്ടർ ഒത്തിരി ത്രൂ ഔട്ട് ഇല്ലെങ്കിലും ചെയ്യാനുള്ളതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട് എൻ്റെ ക്യാരക്ടറിന്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വന്ന് ചെയ്താൽ. പിന്നെ മൂവിയിട്ട് വരുന്നത് ഞാൻ വെയിൽ ആൻഡ് ഫസ്റ്റ് മൂവി. ഞാൻ ഡബ് സ്മാഷ് ടിക്ടോക്ക് വീഡിയോസ് ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ചരിത്രമുണ്ട്, അതറിയില്ലല്ലോ.
അപ്പൊ ആക്ടിങ് ഇഷ്ടപ്പെട്ട് തന്നെ വന്നതാണ്. അതെ അതെ, ഓക്കെ. കുഞ്ഞിലെ തൊട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ ഒരിക്കലും വിചാരിച്ചില്ല എവിടെ ഇരിക്കും. അശോകൻ ചേട്ടൻ എങ്ങനെയായിരുന്നു? അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യം കുറച്ച് പതുങ്ങി പോയി കഴിഞ്ഞിട്ട് ഇല്ല, നമ്മള് ഭയങ്കര കംഫർട്ടബിൾ ആക്കും. പണ്ടത്തെ കഥയൊക്കെ ഞാൻ പറഞ്ഞു കണ്ടപ്പോ തന്നെ കൊച്ചി രാജാവ്, കാരണം ആ മൂവിയൊക്കെ ഞാൻ കേട്ടോ അത് പറഞ്ഞ വലിയൊരു പോയിന്റ്. എനിക്കും അശോകൻ ചേട്ടനെ ഫസ്റ്റ് കാണുമ്പോ മറ്റേ സൂര്യ ഇടപെടുക, പിന്നെ പാണ്ടിപ്പടയിലത് ഒരുപാട് സാധനങ്ങൾ, എന്താണ് CID മൂസ, അങ്ങനെ ഒരുപാട്. അത് മാത്രല്ല ഇൻസ്റ്റയിലൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും, റീൽസിലൊക്കെ ആണെങ്കിലും മറ്റേ നിക്ക് ഞാനില്ല ആ സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പോഴും എവർ ഗ്രീൻ എവർ ലാസ്റ്റിംഗ് ആയിട്ട് ആ സാധനങ്ങളൊക്കെ ഇപ്പോഴും ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അത്രയും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നതും, അതും തുടക്കത്തെ ഒരു സ്റ്റേജിൽ തന്നെ പറ്റുന്നതും ഒരു വലിയ ഭാഗ്യമാണ്. ഫാൻസൊക്കെ എങ്ങനെ റിക്വസ്റ്റ് ഒക്കെ ആയിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടോ ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ? അങ്ങനെയല്ല, ഐ മീൻ ഇപ്പോൾ ഓമേരി ലൈല OTT വന്നപ്പോൾ കുറച്ചും കൂടെ പേര് കണ്ടു. അപ്പോൾ അതിൽ നിന്ന് കുറേ മെസ്സേജസ് വരാം. അല്ല ഇങ്ങനെ ക്രഷാണോ അല്ലെങ്കിൽ അങ്ങനത്തെ മെസ്സേജസ് ആണോ അയക്കുക? എങ്ങനത്തെ അത്രയും ഇത് ഭയങ്കര ക്രിഞ്ചാണെന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും മെസ്സേജ് ഒക്കെ ഉണ്ടോ? അങ്ങനെ വരും, പക്ഷെ ഐ തിങ്ക് അതൊരു എക്സൈറ്റ്മെന്റ് അല്ലേ, അതൊക്കെ മെസ്സേജസ് കിട്ടാൻ തന്നെ. ഇനിയിപ്പോൾ ഹക്കിമിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ദുൽഖറിൻ്റെ ഒരു ABCDയിൽ ഒരു കണക്ഷൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. എന്താണ് ഡയലോഗ്സ് ഇങ്ങനെ തിരിച്ച് റീടേക്ക് വന്നപ്പം ആളിങ്ങനെ പറഞ്ഞു, നീ വേണം നിന്നെ നോക്കാൻ, അല്ലാണ്ട് വേറെ ആരും നമ്മളെ രക്ഷപ്പെടത്തില്ല, നമ്മൾ പൊക്കി വരണമെങ്കിൽ നമ്മൾ തന്നെ വേണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ജേണി, അതായത് ഇപ്പം അന്നത്തെ ഇതിൽ നിന്ന് നമ്മൾ ഇത്രയും വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആൻഡ് ഓൾസോ DQ ആയിട്ടുള്ള ആ ഒരു റിലേഷൻ എങ്ങനെയാണ്? വളരെ ഓർഗാനിക് ആയിട്ടുള്ളൊരു ഗ്രോത്ത് ആയിരുന്നു എൻ്റെ. ലൈക്ക് ABCDയിലെ ഒരു സീനായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ചാർലിയിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. പിന്നെ വരുന്ന മൂവീസെല്ലാം രക്ഷാധികാരി ബൈജു, അങ്ങനെ ഡ്യൂപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. ഡ്യൂപ്പുണ്ട്. പക്ഷെ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഇപ്പോൾ അതിനായിട്ടൊരു ഡൂപ്പിനെ നമ്മൾ കൊണ്ടുവന്ന് നിർത്താൻ നമുക്ക് സമയമില്ല. കാരണം ഷൂട്ട് നടക്കുന്ന ധനുഷ്കോടി, അങ്ങനെ ഒരു സാഹചര്യത്തിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ആൾ കയറിക്കും, അങ്ങനെയാണ്. കാരണം ലൈറ്റ് പോകുന്നതിന് മുന്നേ ഷൂട്ട് ചെയ്യണം. ബേസിക്കലി ഞാൻ അതിനകത്ത് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ലൈക്ക് ഗ്രോത്ത്, ഈ ഒരു 10 വർഷത്തെ ഗ്രോത്ത് കൊണ്ടാണ് അവസാനമാണ് ഈ ഒരു പോയിന്റിൽ ഇവിടെ ഇങ്ങനെയൊക്കെ എത്തി നിൽക്കാൻ പറ്റുന്നത്. പിന്നെ ദുൽഖറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ നല്ല, അതായത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ആ ഒരു പരിഗണനയാണ്. ഇപ്പോൾ ദുൽഖർ കമ്പനിയോ ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ തോളൊക്കെ ആയിട്ട് നിൽക്കുന്ന ആ ഒരു പരിപാടിയല്ല. പക്ഷേ ഒരാൾ നമ്മളെ പരിഗണിക്കുമ്പോൾ അതൊരു വേറൊരു കാര്യമാണല്ലോ. കാരണം മെസ്സേജ് അയക്കുമ്പോൾ റിപ്ലൈ അയക്കുക, കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറുപടി പറയുക, അത് വളരെ ഒരു നല്ലൊരു എന്താ പറയുക, ഒരു ഭാഗ്യമാണ്. കാരണം എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല. കൂടെ ഒരുപാട് പേര് വർക്ക് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ അവർക്കെല്ലാവർക്കും ആ ഒരു പരിഗണന DQ കൊടുക്കണം എന്നില്ല. അപ്പോൾ മാത്രമല്ല, ദുൽഖർ കഴിഞ്ഞ ദിവസം ഇങ്ങനെ മെസ്സേജ് ഇപ്പോൾ പറഞ്ഞിരുന്നു, വളരെ നന്നായിട്ട് തന്നെ ഐ എം റിയലി പ്രൗഡ് ഓഫ് യു, ഈ ഒരു ഗ്രോത്ത് കാണുമ്പോൾ വളരെ നല്ല സന്തോഷമുണ്ടെന്നുള്ള കാര്യം ദുൽഖർ പറഞ്ഞിരുന്നു. അപ്പോൾ മാത്രമല്ല, ഇപ്പോൾ വേഫെയർ ആണ് നമ്മുടെ പടം എടുത്തിരിക്കുന്നത്. അപ്പോൾ വേഫെയറിനകത്ത് അസോസിയേറ്റ് ചെയ്യാന്നുള്ളത് വേറെയും എന്താ പറയുക, അതൊരു മൊമെന്റാണ്, ഒരു എക്സൈറ്റിംഗ് ഫാക്ടറാണ്. അത് മാത്രമല്ല എല്ലാവരും ഇത് രണ്ടും ലോകേഷ് സാർ പോസ്റ്റർ റിലീസ് ചെയ്തു, ആൻഡ് ഇത് ഈ രണ്ട് ഫാക്ടേഴ്സ് ഒരു ഭയങ്കര വലിയ ഘടകം തന്നെയാണ്. തീർച്ചയായും. അപ്പോൾ വേഫേഴ്സ് അങ്ങനെയൊന്നും പടം എടുക്കുന്നുമില്ലല്ലോ, പടം കണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതിൽ എന്തോ സാധനമുണ്ട് വേഫേഴ്സ് എടുക്കണമെങ്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്, വളരെ എന്താ പറയാ, വളരെ സപ്പോർട്ടീവാണ്. ആൻഡ് അശോകൻ ചേട്ടാ, നമ്മുടെ അർജുൻ ചേട്ടനാണെങ്കിൽ ഇങ്ങനെ ബ്രഹ്മയുഗത്തിൽ ഇങ്ങനെ എല്ലാവരും ട്രെയിലറൊക്കെ കണ്ടിട്ട് എല്ലാവരും ഒരേപോലെ എക്സൈറ്റഡ് ആണ്. ആൻഡ് ഓൾസോ ചേട്ടനൊരു പോസ്റ്റും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം കണ്ടു. ഇത് ഓർമ്മയുണ്ടോ? ഒരു മമ്മൂക്ക പടത്തിൽ മറ്റൊരു നടന്റെ കരിയർ ചേഞ്ചിങ് പെർഫോമൻസിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നു അർജുൻ അശോകൻ. എനിക്ക് വേറെ ആരോ അയച്ചതാണത്. അയച്ചത് ഞാനത് അയച്ചെന്നുള്ളൂ. അല്ല, അപ്പൊ അതിനെ കുറിച്ചിട്ട് ചേട്ടൻ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ? അതെ, അത് ആരുടെ? മമ്മൂക്കയുടെ കൂടെ അല്ലേ? ഞാനൊക്കെ മമ്മൂക്കയുടെ കൂടെ ആദ്യം അഭിനയിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാണത്. ഇപ്പം എന്ന് പറഞ്ഞാൽ മോന് അങ്ങനെ ഒരു വേഷം അതിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യമാണ്. നമ്മളിപ്പോൾ ഈ കടകൻ പോലെയുള്ള ഒരു സിനിമയല്ല അത്, കാരണം അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമയാണ് കടകൻ. ശരിക്കും പറഞ്ഞൊരു കൊമേഴ്സ്യലി ഇങ്ങനെയുള്ളൊരു സംഭവമാണ്. ശരിക്കും ബ്രഹ്മയുഗത്തെക്കുറിച്ച് ഞാൻ അവനോട് ചോദിച്ചപ്പോൾ വരുമ്പോൾ കണ്ടാൽ മതി പറഞ്ഞില്ല അതിനെ കുറിച്ചിട്ട്. ഓക്കെ, വീട്ടിലാണെങ്കിലും എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ്? ഞാൻ അവൻ്റെ അച്ഛനും എൻ്റെ അതെനിക്ക് മനസ്സിലായി. പക്ഷെ കവി ഉദ്ദേശിച്ചത് ഇപ്പൊ എന്തെങ്കിലും കാര്യത്തിലൊക്കെ ഇപ്പൊ നമ്മൾ ഈ സിനിമയിൽ പറഞ്ഞല്ലോ, അച്ഛൻ്റെ പഴയ ചരിത്രത്തിലൂടെ പോവാതെ മകനെ നോക്കുന്നു.
അപ്പോൾ ഇവിടെ എങ്ങനെയാണ് അർജുൻ ചേട്ടനെ മോൾഡ് ചെയ്തിട്ടുള്ളത്? അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കില്ലേ? ഒന്നുമില്ല, ഞാൻ പറഞ്ഞത് നീ ഒരു പടം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാവുന്ന ഡേറ്റിൽ നീ വർക്ക് ചെയ്തിരിക്കണം. റെസ്പോൺസിബിലിറ്റി അത് നന്നായി വർക്ക് ചെയ്യണം. ഡെഫിനറ്റ്ലി അവനത് ചെയ്യുന്നുണ്ട്. പിന്നെ സിനിമയാണ് 1-2 ദിവസമൊക്കെ അങ്ങോട്ട് മാറാം, ഒരു മഴ പെയ്താൽ മതി, എന്നൊരു ആൾ വരാൻ വൈകിയാൽ മതി, ഒക്കെ പ്രൊഡ്യൂസർ. അത് എല്ലാ സിനിമകളിലും സംഭവിക്കുന്നതാണ്. അത് മറ്റു സിനിമയിലുള്ളവർ അത് കംപ്ലൈൻ്റ് ആയിട്ട് എടുക്കുന്നവരുണ്ട്. അതിപ്പോൾ നമ്മുടെ സിനിമയ്ക്ക് ഉണ്ട് അങ്ങനെയൊക്കെ. പക്ഷെ അത് ഈ 2 എക്സിക്യൂട്ടീവുമാരോ അല്ലെങ്കിൽ ഡയറക്ടറൊക്കെ അങ്ങോട്ട് ഇങ്ങനെ സോൾവ് ചെയ്യുന്ന പ്രശ്നങ്ങളുള്ളൂ. അതൊന്നും വേറെ ഒന്നും. നീ ഏറ്റെടുക്കുന്ന സിനിമ ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കുക. ആ ഡേറ്റും കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് ഒരു തെറ്റും ഉണ്ടാവരുത്. അതേ ഞാൻ അവന് പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ഒരു ഉപദേശം എന്ന് പറയുന്നത് അത്ര മാത്രം. അത് പറയാതെ തന്നെ അവനറിയാം. കാരണം വെച്ചാൽ അവന് ഒരു നല്ല വേഷം ആദ്യം ചെയ്യുന്നത് പറവാന്ന് തന്നെ പടത്തിലാണ്. അത് അവരുടെ 8-9 മാസം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ വൈകിട്ട് രാവിലെയൊക്കെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് രാത്രിയൊക്കെ ഒരു മിഡ് നൈറ്റിൻ്റെ കഴിഞ്ഞാൽ ചിലപ്പോൾ വരില്ല. ആ മറ്റേ പ്രാവിനെയൊക്കെ വളർത്തുന്നതും അതിൻ്റെ കൂടെയും അവരുടെ ഗ്യാങ്ങിൻ്റെ കൂടെയൊക്കെ നിന്ന് ഷൗവിൻ്റെയൊക്കെ കൂടെയായിരുന്നു മാസങ്ങളോളം, 8-9 മാസത്തോളം. എന്നിട്ടൊക്കെ ചെയ്തു. അപ്പോൾ അവന് ഒരു വേഷം കിട്ടിയാൽ അത് ഭംഗിയാക്കണം, നന്നായി സ്റ്റഡി ചെയ്ത് ചെയ്യണം എന്നുള്ളത് അവനറിയാം. ഇനി നമുക്കൊരു ചെറിയ സെഗ്മെൻറ്റ്, ഹരിശ്രീ അശോകൻ ചേട്ടൻ്റെ എന്തെങ്കിലും മൂവി ഡയലോഗ്സ്. പണി കിട്ടിയത് നിങ്ങൾക്ക് രണ്ടുപേർക്കാണ്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല, എന്നാലും പറയാം. മുതലാളി അത് അടിപൊളിയാ. സോനയ്ക്കാണെങ്കിലോ ഇപ്പൊ കുട്ടിക്കാലത്ത് തൊട്ടേ കാണുന്ന മറ്റേ പാണ്ടിപ്പടയില് ദേവി, ക്ലിയർ ആയിട്ട് എന്താന്നറിയാം ഞാൻ എപ്പോഴും പറയുന്നത്. അപ്പോൾ നമ്മുടെ ആ മൂവിയിലൊരു സോങ് കൂടെ, 2 സോങ് ഓൾറെഡി പാടണോ? അല്ല, ഞാൻ പാടിത്തരാം. ഓ, പാടറിയാവുന്ന സോന പാടും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ല ഞാൻ പാടാന്ന് നിങ്ങൾ താളം പിടിക്കാം. ഞാനൊന്ന് പാടിക്കോട്ടെ എന്നൊക്കെ പാടിക്കും. ഓക്കെ ഓക്കെ. അജാപാമട മാണിക്കക്കല്ലാലെ, അജാപാമട മാണിക്കക്കല്ലാലെ, ഇങ്ങള് ഞമ്മള് പെങ്ങള് മക്കളും തിങ്ങി വിളങ്ങി ഒരുങ്ങണ് മംഗളം. അതൊക്കെ പറയാൻ പറ്റില്ലേ? അത് ഞാൻ ലിറിക്സ് ആക്ച്വലി പബ്ലിഷ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അത് തന്നെയാണ് ലിറിക്സ്. അല്ല, ഇത്രയും മാത്രം എനിക്ക് പിടിക്കാൻ പറ്റുള്ളൂ എൻ്റെ ഉള്ളിൽ നിന്ന്. ബാക്കിയുള്ളത് ഞാൻ സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല. ലിറിക്സ് വന്നിട്ടില്ല. ഞാൻ കുറേ അടിച്ച് പറക്കി. അയ്യോ, നന്നായിട്ട് പാടി. അശോകൻ ചേട്ടാ, ഇതുവരെ ചെയ്തതിൽ ഏറ്റവും എന്താണ് ഇപ്പോഴും ചെറിഷ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സും ചേട്ടനെ ഓർക്കുമ്പോൾ തമാശയുള്ള ക്യാരക്ടേഴ്സ് ചിരി വരുന്നുണ്ടാവും, പക്ഷെ എന്നാലും ഇത് ഞാൻ അടിപൊളിയായിട്ട് ചെയ്തു, അല്ലെങ്കിൽ എപ്പോൾ ഓർത്താലും ചിരി വരുന്ന ഒരു, ചേട്ടന് തന്നെ ചിരി വരുന്ന ഒരു ക്യാരക്ടർ ഏതായിരിക്കും? അങ്ങനെ ഞാൻ എൻ്റെ സിനിമ കണ്ടിട്ട് ചിരിച്ചിട്ടില്ല. അല്ല, സ്വന്തം തമാശ ഇത് കൊള്ളാം എന്ന് തോന്നി? അല്ല, അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ അങ്ങനെ തോന്നിയിട്ടുണ്ട്. അത് കൊള്ളാം, ഇത് കറക്റ്റാണ്, അവിടെ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു, അവിടെ ഇങ്ങനെയും കൂടി പറയായിരുന്നു എന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടു കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല നമുക്കത്. ആൻഡ് ഹക്കീം, എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മുടെ മലയാള സിനിമ നമ്മളെ വേണ്ട പോലെ യൂസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇന്ന ക്യാരക്ടേഴ്സ് എനിക്ക് കുറച്ചുകൂടി കിട്ടാൻ, എന്നെ തേടി ഇന്ന ക്യാരക്ടേഴ്സ് വരണം എന്ന് തോന്നിയിട്ടുണ്ടോ? അത് ഞാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വാല്യൂ കൂട്ടുക, നല്ല പടങ്ങളിലൂടെ ഇയാൾക്കത് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് എനിക്ക് പറ്റും. അല്ലാതെ അത് വന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വന്നില്ലല്ലോ എന്നല്ല ഉദ്ദേശിച്ചത്. ഇപ്പം നമുക്കൊരു സ്വയം ഒരു സംഭവം ഉണ്ടാവില്ല ഇങ്ങനത്തെ ജോണർ. ഇപ്പം വേറെ ആരെങ്കിലും ഏതെങ്കിലും കൈൻഡ് ഓഫ് ജോണേഴ്സ് ചെയ്യുമ്പം ഇത് ഞാൻ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഇങ്ങനത്തെ പടങ്ങൾ എങ്ങനെ അതിൽ എന്നെ കാസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് എന്ത് കാര്യം? അതൊരു പോയിന്റാണ്. അങ്ങനത്തെ അത് അയാൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ടാവും, അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. മലയാള സിനിമ ഉപയോഗിക്കാതിരിക്കുന്നു തോന്നിയിട്ടില്ല. അത് സിനിമ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ലല്ലോ. ഉറപ്പായിട്ടും. ഇതിപ്പോൾ നമ്മൾ ചെയ്യാത്ത വേഷങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ ആ തരുന്ന ആള് ഡയറക്ടറാണ്, ആളുടെ നമ്മളുള്ള വിശ്വാസം. അയാൾ നമ്മളെ കണ്ടെത്തുകയാണ്. ഈ ടൈപ്പ് ക്യാരക്ടർ അയാൾ ചെയ്യും. അത് ആദ്യം തരുന്ന ആള് അയാളുടെ വിശ്വാസമാണ്, ആ ഡയറക്ടറിന്റെ വിശ്വാസമാണ്, നമ്മളിലുള്ള വിശ്വാസം. ഇത് തന്നെയാണ് ബാവുട്ടിയുടെ നാമത്തിൽ ഞാൻ അഭിനയിക്കുമ്പോൾ ഇപ്പോൾ ഈ കടകളിൽ ചെയ്ത പോലത്തെ അതേ വേഷം, അതിൻ്റെ വേറെ ടൈപ്പാണ് ബാവുട്ടിയുടെ നാമത്തിൽ. ആ പടത്തിന് എന്നെ വിളിക്കുന്ന പ്രൊഡക്ഷൻ കൺട്രോളറാണ്. ഇങ്ങനെ എൻജേട്ടൻ എഴുതുന്നു, GS വിജയൻ ഡയറക്റ്റ് ചെയ്യണം, മമ്മൂക്ക പടം, അല്ലൊരു ഇത്ര ദിവസം വേണം. ഞാൻ ചോദിച്ചു എന്ത് വേഷമോ? അത് അശോകൻ ചേട്ടൻ ചെയ്യാത്തൊരു വേഷമാണ് എന്നാ പറഞ്ഞേക്കണേന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ആകാംക്ഷയായി. എന്തായിരിക്കും? ഞാൻ തന്നെ വിജയേട്ടനെ വിളിച്ചു, GS വിജയനെ വിളിച്ചിട്ട് വിജയേട്ടാ
ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഡേറ്റ്. ആടാ പറഞ്ഞിട്ടുണ്ട്, അത് അശോകനത് വരണം കേട്ടോ, നമുക്ക് നല്ല ക്യാരക്ടറാണ്. എന്താണ് ക്യാരക്ടർ എന്താണെന്ന് പറയാമോ? അത് അശോകൻ ഇതുവരെ ചെയ്യാത്തൊരു വേഷം തന്നെ. ഈ വേർഡ് അത് തന്നെ എല്ലാവരും ഉപയോഗിക്കുന്നത്. അവസാനം രഞ്ജിയേട്ടനെ വിളിച്ച്, രഞ്ജിയേട്ടനെ വിളിച്ചിട്ട്, രഞ്ജിയേട്ടാ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്, അതെന്താണ് ആ വേഷം, എനിക്ക് നേരത്തെ അറിയണം എപ്പോഴും, ഒന്ന് പറയാമോ? താടി പിടിക്കുമോ എന്ന് ചോദിച്ചു. അല്ല, മീശ പിടിക്കാമോ എന്ന് ചോദിച്ചു. എന്ത് വേണമെങ്കിലും പഠിക്കാം, കുഴപ്പമില്ല. ബൈക്ക് പഠിക്കാൻ അറിയാമോ എന്ന് ചോദിച്ചാൽ, ബൈക്ക് ഓടിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം, കുഴപ്പമില്ല. എന്താണ് വേഷം? അത് നീ ഇതുവരെ ചെയ്യാത്ത വേഷം. അവിടെ ഇതൊക്കെ മറുപടിയാണ് ഇവർക്ക് പറയാനുള്ളത്. ഞാനിതിങ്ങനെ വിങ്ങി 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 അവിടെ ചെന്നിട്ട് ഫസ്റ്റ് ഡേ തന്നെ ഈ വീടിൻ്റെ ഇങ്ങനെ മുറ്റത്തേക്ക് മമ്മൂക്കാനിരുത്തി ബൈക്ക് ഓടിച്ചിട്ടുണ്ട്, ബുള്ളറ്റേ. ഞാൻ വണ്ടി എടുത്ത് പുറകെ കൊണ്ട് പുറത്തുകൊണ്ട് ഇങ്ങനെ ഇട്ടിട്ട് എനിക്ക് അങ്ങനെ ഓടിക്കാൻ അറിയില്ല. അങ്ങനെ മമ്മൂക്ക എനിക്ക് ഓടിക്കാൻ അറിയാമോന്ന് ചോദിച്ചു. ഞാൻ ഒന്ന് പിടിച്ചിരുന്നു. അപ്പോൾ വീഴ്ത്തോ? ഇല്ല. അതിനു മുമ്പ് ഞാൻ GS വിജയനോട് പറഞ്ഞ്, ഡയറക്ടറോട് ഞാൻ പറഞ്ഞ്, ചേട്ടാ ഞാനിങ്ങനെ വരുമ്പോൾ ഓക്കെ ആക്കണം, ക്യാമറമാനോടും പറഞ്ഞു വേഗം പിടിച്ചോളൂ ഫ്രൈവ് എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് ഓക്കെ. അതുവരെ ഈ അതിന് മുമ്പൊരു സംഭവമുണ്ട്. ഞാൻ ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം തന്നെ രഞ്ജേൻ്റെ പരത്തിൽ ചോട്ടിരിപ്പുണ്ടായിരുന്നു. അശോക് എന്നെ വിളിക്കാൻ, അശോക് എന്ന് വിളിക്കുള്ളൂ. ചേട്ടാ ഇത് എന്താണ് ചേട്ടാ വേഷം എന്ന് പറയും, ഇരിക്കും. അവിടെയാണ് ക്യാരക്ടർ പറഞ്ഞത്. കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചേട്ടാ ഇത് ഞാൻ ചെയ്യൂ, ഇത് അശോകേ ചെയ്യുള്ളൂ. ആ ഒരു ധൈര്യമുണ്ട്, അത് അശോകനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് മീശയൊക്കെ എടുത്ത് മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്ന് മേക്കപ്പ് ചെയ്ത് വരുമ്പോൾ മമ്മൂക്ക അവിടെ ഇരിപ്പുണ്ട്. മമ്മൂക്ക എന്നെ കണ്ടിട്ട് നോക്കിയിട്ട് ഒരു സെക്കൻഡ് മനസ്സിലായില്ല പുള്ളിക്ക്. ആ നമസ്കാരം. പുള്ളിക്ക് അലവി വാ, നീയാണ് ഇതിൻ്റെ അകത്ത് ഹീറോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങോട്ട് ചെയ്തു. പക്ഷേ ആ പടം വേണ്ട ശ്രദ്ധിച്ചില്ല. അല്ലെങ്കിൽ അവിടെ നിന്ന് കുറച്ച് ക്യാരക്ടറുകൾ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ കുറേ പടങ്ങൾ ഞാൻ ക്യാരക്ടറുകൾ ചെയ്തേക്കണം. ഇപ്പോൾ ഭയങ്കര കൊതിയുണ്ട് ഒരു കോമഡി വേഷം ചെയ്താൽ കൊള്ളാമെന്ന്. അതെ, ഇപ്പൊ മൊത്തം സീരിയസ് തന്നെ വന്നില്ലേ. പക്ഷെ അതിനും വേണ്ടി കോമഡി ഓൾറെഡി വരുന്നുണ്ട്. മൂവി റിവ്യൂസ് പറയുന്നുണ്ടല്ലോ, പല ആളുകളും ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. അപ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നത് ഒരു പ്രൊഡ്യൂസർ ഉള്ളതുകൊണ്ടാണ്. ഒരു കഥയോ ഒരു സംവിധാനം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരാൾ വേണം. അപ്പം ഇതിൻ്റെ പിന്നിൽ ഇത്രയും കോടികൾ മുടക്കുന്ന ഒരാളുണ്ടെന്നുള്ളത് ഇതുമായിട്ട് ജീവിക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം. ഇല്ലേ? ഓൺലൈൻകാരാണെങ്കിലും ചാനലുകാരാണെങ്കിലും എല്ലാവരും ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ സംഭവം ഉള്ളതുകൊണ്ടാണ് നമുക്ക് പകർത്തിയിട്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്, അല്ലേ? അപ്പം അതിന് അന്ന് വെച്ചിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല എന്നല്ല എന്താ പറയണല്ല ഞാൻ. നമ്മളെല്ലാവരും ചെയ്യണം നല്ല രീതിയിൽ. അതിനെ കീറി മുറിച്ചോ കുഴപ്പമില്ല, നല്ല രീതിയിൽ അതിനെ ഭംഗിയായിട്ട് പറഞ്ഞു തീർക്കുക എന്നല്ല, വൃത്തികെട്ട എന്ന് പറയാതെ അങ്ങനെ തന്നെ പറഞ്ഞു. കാരണം ഇതൊന്നും ഇല്ലാത്ത സമയത്തും ശങ്കരാഭരണം ഹിറ്റായിട്ടില്ലേ, 6-ാം നമ്പർ ഹിറ്റായിട്ടില്ലേ, അനിയത്തിപ്രാവ് ഹിറ്റായിട്ടില്ലേ, അങ്ങനെ എത്രയോ പടങ്ങൾ ഹിറ്റായിട്ടുണ്ട് ഇതൊന്നും ഇല്ലാത്ത സമയത്ത്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് വേണ്ടതാണ്. ഈ ചാനലും മാധ്യമങ്ങളും എല്ലാം നമുക്ക് വേണ്ടതാണ്. ഒരു സപ്പോർട്ടിങ് വേണം, ഡെഫിനറ്റാണ് വേണം. പക്ഷേ കടകനും ഉണ്ടാകണം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. അവർ വേണം. ഹക്കിമിന് എന്താണ് ഈ കാര്യത്തിൽ പറയാനിപ്പോൾ വളർന്നിട്ടില്ല. അതുകൊണ്ട് മൂവിയുടെ നെയിമേ കടകൻ എന്നുള്ളൊരു നെയിം. അപ്പോൾ അതുപോലെ ജീവിതത്തിൽ മറുകടകൻ എടുക്കേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടോ? പലതരത്തിലുണ്ട്. കോളേജിൽ ഈ പറഞ്ഞ പോലെ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ എറണാകുളത്ത് എത്തിയപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ഇങ്ങനെ പറയണത് എങ്ങനെയാണ്? അപ്പോൾ അത് മോശമല്ലേ? ഇത് അടി കൊണ്ടവർക്കും എല്ലാവർക്കും മോശമല്ലേ? ആ കഥയൊക്കെ പറയേണ്ടി വരില്ലേ? ഉണ്ടായിട്ടുണ്ട്. അശോകൻ ചേട്ടൻ ആണെങ്കിലും എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ സ്കൂൾ കഴിഞ്ഞപ്പോൾ നിർത്തി, അതുകൊണ്ട് കോളേജിൽ പോയിട്ടില്ല. ഇല്ല, ഫോർച്ചുനേറ്റ്ലി അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, ഇങ്ങനെ വീട്ടിൽ പുറത്തല്ല, ഒക്കെ വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ അനിയനും അടി ഉണ്ടാക്കാറുണ്ട്, സ്വാഭാവികം. പണ്ടൊക്കെ വന്നടിയായിരുന്നു. മെയിനായിട്ട് എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കും അടി ഉണ്ടാക്കുക? കുഞ്ഞു കുഞ്ഞു കാര്യത്തിന് റിമോട്ട് എടുത്തേന്, ഞാൻ ഒളിപ്പിച്ച് വെച്ച ഫുഡ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തേന്, അങ്ങനത്തെ. ഇപ്പൊ ഇതൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്തു പോകുന്നതാണ്. അങ്ങനെ അടി ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി നടക്കുന്ന ഒരു പോയിന്റ് നമ്മൾ നേരെ നിന്നേ മതിയാവുമെന്ന് മനസ്സിലാവുമ്പോൾ പറ്റിപ്പോകുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ ചേട്ടൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഒരു മാസ് ഒരു സാധനം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഈ പോസ്റ്റേഴ്സാണ് മൊത്തം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സംസാരമായിക്കൊണ്ടിരിക്കുന്നത്. അത്രയും ഒരു ഇമ്പാക്ട്ഫുള്ളാണ് 2 പോസ്റ്റേഴ്സും, അത് പറയാതിരിക്കാൻ വയ്യ. ആൻഡ് ഓൾസോ ഇവരൊക്കെ കാണിക്കുന്ന പോലെ എൻ്റെ മാസ് അല്ല, ആ മാസം നമ്മളെ ഡയലോഗിലാണ്.
ഡയലോഗ്. ഇവരുടെയൊക്കെ ആരോഗ്യം കൊണ്ട് കാണിക്കുന്നത്. അതായത് വാപ്പ ഈ പരിപാടി വിട്ടതാണ് പണ്ടേ. പണ്ട് കുറച്ച് കുഴപ്പക്കാരനായിരുന്നു. മോൻ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കണത്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ മോനോട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ നേരത്ത് ഇയാളുടെ സ്വരം മാറും. ശരിക്കും നമ്മൾ റിയൽ ലൈഫിൽ നോക്കുകയാണെങ്കിൽ മക്കളെ നമ്മൾ ഇങ്ങനെ ഒരു ഇതിൽ പിടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ മുറുക്കും തോറും മറ്റേ മണലിൽ മുറുക്കും തോറും മണലുള്ളിൽ കൂടി ഇറങ്ങിപ്പോകുന്നു പറയുന്ന പോലെ. അല്ല, ഇപ്പോഴത്തെ മാന്യമായി ജീവിക്കുന്നവരുടെ വീട്ടുകളിലൊന്നും ഇതുപോലെ മക്കളൊന്നും അനാവശ്യമായിട്ട് പോകാറില്ല. കാരണം മാക്സിമം അച്ഛനമ്മേനും ബുദ്ധിമുട്ടിക്കാതെ നോക്കും, അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നവർ. ഒരുപാട് സന്തോഷം നിങ്ങളുടെ കൂടെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചതിലും. ഇങ്ങനെ ഇപ്പൊ പറഞ്ഞ കാര്യമാണ് ഘടകന്റെ ഏറ്റവും വലിയ ഇത്. അച്ഛനും മക്കളുമായുള്ള റിലേഷനെ, അതാണ് മെയിൻ നമ്മുടെ. അതിന്റെ കഥ പറഞ്ഞാൽ ഞങ്ങൾ പറയാൻ പറ്റില്ല. ഒരു വീട്ടില് അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. അവരും വഴിതെറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ അച്ഛനും അമ്മയും കിടന്ന് കഷ്ടപ്പെടുന്നതും അവരെങ്ങനെ നേരെയാക്കി എടുക്കാൻ പറ്റും. പക്ഷെ എന്നും പറ്റൊരു താന്തോണിയല്ല മകൻ. അവൻ്റെ ഒരു ചില പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന നേരത്ത് അതൊക്കെ മനസ്സിലാക്കുന്നത് നമ്മൾ. അപ്പൊ നമ്മൾ ഈ മൂവി ആക്ച്വലി ആക്ഷൻ ഓറിയന്റഡ് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആക്ഷൻ 4 ഇടിവെട്ട് ഫൈറ്റ് ഉണ്ട്. 3 മാസ്റ്റേഴ്സാണ് ചെയ്തേക്കുന്നത്. പക്ഷേ ഫാമിലി സിനിമയാണിത്. അപ്പൊ കംപ്ലീറ്റ്ലി ഇത് കണ്ടിട്ട് ആരും ആക്ഷൻ ഓറിയന്റഡ് ഫുള്ളിന്ന് തെറ്റിദ്ധരിക്കരുത് അല്ലേ? ഇല്ല, എല്ലാം ഉണ്ട്. ആക്ഷൻ ഉണ്ട്, ഫാമിലിയാണ്, ഇമോഷൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, മ്യൂസിക്, എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രേക്ഷകരെല്ലാവരും വെയിറ്റിംഗ് ആണ് കടകൻ്റെ റിലീസിന് വേണ്ടിയിട്ട്. എൻ്റെയും അതുപോലെ നമ്മുടെ സി കേരളം പ്രേക്ഷകരുടെയും വക ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.